വസ്തുക്കളിലെ വിവിധതരം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വൈവിധ്യമാർന്ന ഉപയോഗങ്ങളിലേക്ക് നയിക്കുന്നു. വൈദ്യശാസ്ത്ര രംഗത്ത് ബോഡി സ്കാനേഴ്സിലും ശരീരത്തിൽ ഘടിപ്പിക്കുന്ന ഉപകരണങ്ങളിലും ഉപയോഗിക്കുന്നു. കൂടാതെ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ആയ ടെലിവിഷൻ, ലൗഡ് സ്പീക്കർ, ഗെയിം കൺസോൾ എന്നിവയിലും നമ്മൾ വസ്തുക്കളുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുന്നു. ഇന്നത്തെ ക്ലാസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. ഇനി എവിടെയാണ് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ ഉറവിടം അഥവാ സോഴ്സ്? എവിടെയെല്ലാം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ അവിടെയെല്ലാം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ഇലക്ട്രോൺസിൽ തന്നെയായിരിക്കും ഒറിജിനേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഈ ചിത്രത്തിൽ ഒരു ആറ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉണ്ട്. പ്രോട്ടോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ന്യൂട്രോൺസ് ന്യൂട്രൽ ആണ്, ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇലക്ട്രോൺസിന് ആറ്റത്തിൽ രണ്ട് തരം മൂവ്മെൻ്റ് ആണുള്ളത്. ഒന്ന് ഈ കാണിച്ചിരിക്കുന്ന ഓർബിറ്റ്സ് അഥവാ ഷെൽസിലുള്ള മോഷൻ, ആ മൂവ്മെൻറ്റിനെയാണ് ഓർബിറ്റൽ മോഷൻ അല്ലെങ്കിൽ ഓർബിറ്റൽ മൂവ്മെൻ്റ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള മോഷൻ ഈ ചിത്രത്തിൽ വരച്ച് കാണിക്കുന്ന പോലെയാണ് ഓർബിറ്റൽ മോഷൻ. ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളല്ലേ, അപ്പോൾ ആ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിനെ ഒരു ഇലക്ട്രിക് കറണ്ട്, ലൂപ്പ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു ഇലക്ട്രിക് കറൻറ്റിന് ഒരു മാഗ്നറ്റിക് മൊമെൻറ്റും ഉണ്ടാകും. അപ്പോൾ ആ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. ഓർബിറ്റൽ മോഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ മാഗ്നറ്റിക് മൊമെൻറ്റ്. എം എന്നാണ് ടീച്ചർ മാർക്ക് ചെയ്യുന്നത്, അതായത് മാഗ്നറ്റിക് മൊമെൻറ്റ്. ഇനി ഇതുകൂടാതെ ഒരു സ്പിൻ മോഷനും കൂടെ ഇലക്ട്രോണിനുണ്ട്. ഓർബിറ്റലുകളിൽ അതിൻ്റെ ആക്സിസിൽ തന്നെ ഇലക്ട്രോൺ സ്പിൻ ചെയ്യും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും. ഇപ്പോൾ ഈ സ്പിൻ കാണിച്ചിട്ടുണ്ട്, അതിന് പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് മൊമെൻറ്റ്, അത് സ്പിൻ മൊമെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റായിട്ട് എപ്പോഴും ഒരു വളരെ ചെറിയ വാല്യൂ ഉള്ളൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഓരോ ഇലക്ട്രോണിനും ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് നമ്മൾ ബോർ മാഗ്നറ്റോൺ എന്ന യൂണിറ്റിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബോർ മാഗ്നറ്റോൺ സിംബോളിക്കലി മ്യൂ ബി, അതായത് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദി ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു 1 BM അഥവാ 1 ബോർ മാഗ്നറ്റോൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു 9.27 into 10 raised to minus 24 ampere meter square. ചാർജ്ഡ് പാർട്ടിക്കിളായിട്ടുള്ള ഇലക്ട്രോണിൻ്റെ മോഷൻ ഒരു ലൂപ്പ് ഓഫ് കറണ്ടാണ്. അപ്പോൾ ആ ലൂപ്പ് ഓഫ് കറണ്ടിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആ ഫീൽഡിൻ്റെ മൊമെൻ്റാണ് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ ഉറവിടം. സബ്സ്റ്റൻസസിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഇവയെ 5 തരം മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒന്നാമത്തേത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. പാരാമാഗ്നറ്റിസത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള സബ്സ്റ്റൻസസ് ആണ് പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത്. അൺപെയർഡ് ഇലക്ട്രോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർബിറ്റലുകളുണ്ടല്ലോ, 1s 2s 2px 2py dx² - y². അപ്പോൾ ഇങ്ങനെയുള്ള ഓർബിറ്റൽസിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് വരെ പോസിബിളാണ്. പക്ഷേ ചില കേസസിൽ ഓരോ ഇലക്ട്രോൺ വീതമേ ഓർബിറ്റലുകളിൽ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള സബ്സ്റ്റൻസസ് ആണ് പാരാമാഗ്നറ്റിസം കാണിക്കുന്നത്. ഈ സബ്സ്റ്റൻസസ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വീക്കായിട്ട് അട്രാക്റ്റഡ് ആവും. വീക്ക് അട്രാക്ഷൻ. ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിലും പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിലും മെറ്റൽ അയോൺസ് എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീക്ക് അട്രാക്ഷൻ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. എക്സാമ്പിൾസ്: ഓക്സിജൻ്റെ കേസിൽ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്.
ഇനി Cu2+, Fe3+, Cr3+, ഇവിടെയെല്ലാം d ഓർബിറ്റൽസിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി അടുത്ത തരം മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വീക്ക്ലി റിപ്പൽ ചെയ്യും, അട്രാക്റ്റ് ചെയ്യില്ല, റിപ്പൽ ചെയ്യും. ഇതിന് കാരണം അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തതാണ്. എല്ലാ ഓർബിറ്റൽസിലും പെയർഡ് ആയിട്ടാണ് ഇലക്ട്രോൺസ് ഉള്ളത്. അതുകൊണ്ട് സ്പിൻ മൊമെൻറ്റ്സ് ക്യാൻസൽ ചെയ്ത് പോകും. ഒരാൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും മറ്റേ ആൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമായിരിക്കും ഇലക്ട്രോണിൻ്റെ സ്പിൻ. അപ്പം അത് ക്യാൻസലായി പോവും. അതുകൊണ്ട് ഇവയെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അത് റിപ്പൽ ചെയ്യും, വീക്കായിട്ട് റിപ്പൽ ചെയ്യും. എക്സാമ്പിൾസ് വാട്ടർ, സോഡിയം ക്ലോറൈഡ്, ബെൻസീൻ. ഇനി അടുത്തത് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഇവയെക്കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നവയാണ് ഈ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. എക്സാമ്പിൾസ് അയൺ, കൊബാൾട്ട്, നിക്കൽ, ഗഡോലീനിയം, ക്രോമിയം ഡയോക്സൈഡ് ഇവയെല്ലാം ഫെറോ മാഗ്നറ്റിക് ക്യാരക്ടേഴ്സ് ഉള്ളവയാണ്. ഇനി ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആകും. പാരാമാഗ്നറ്റിക് പോലെ വീക്ക്ലി അട്രാക്റ്റഡ് അല്ല, സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആണ്. അതിനുള്ള കാരണം ഇവയുടെ മെറ്റൽ അയോൺസ് ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ഇൻ ദി പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെ 2 ചിത്രങ്ങൾ കാണാം. ഒന്നിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ബോക്സസ്, ഇപ്പോൾ ടീച്ചർ വരയ്ക്കുന്ന പോലെ കുറേ ബോക്സസ് കാണാം. അപ്പോൾ ഈ ബോക്സസിൽ കുറേ ഗ്രൂപ്പ് ഓഫ് മെറ്റൽ അയോൺസ് ആണ്. ഗ്രൂപ്പ് ഓഫ് മെറ്റൽ അയോൺസിനെ നമ്മൾ ഡൊമെയിൻസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഓരോ ഡൊമെയിനുകളിലായിട്ടാണ് മെറ്റൽ അയോൺസ് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ അവ തോന്നിയ പോലെ ഹഫസൈഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഈ ഡൊമെയിനുകളിലെ എല്ലാം മെറ്റൽ അയോൺസ് ഒരേ ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്യും. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ സ്ട്രോങ് അട്രാക്ഷനുള്ള കാരണം. അപ്പോൾ ഇവയുടെ ഇവയെ നമ്മൾ വൺസ് മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാഗ്നറ്റ് റിമൂവ് ചെയ്തതിന് ശേഷവും ഇവ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഇവയുടെ പ്രത്യേകത. അടുത്തത് ആൻറ്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ആൻറ്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസിൻ്റെ പ്രത്യേകത ഇവയിലെയും മെറ്റൽ അയോൺസ് ഡൊമെയിൻസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസിലെ പോലെ ഡൊമെയിൻസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഇവ ഒരേ ഡയറക്ഷനിലല്ല അറേഞ്ച് ചെയ്യുന്നത്. ചില മെറ്റൽ അയോൺസ് ഒരു ഡയറക്ഷനിലും ചില മെറ്റൽ അയോൺസ് അതിന് നേരെ വിപരീതമായിട്ട് ആൻറ്റി പാരലലായിട്ടും അറേഞ്ച് ചെയ്യപ്പെടും. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് മെറ്റൽ അയോൺസ് ഒരു ഡയറക്ഷനിലും മറ്റേ ഗ്രൂപ്പ് ഓഫ് മെറ്റൽ അയോൺസ് അതിന് ആൻറ്റി ആയിട്ടുള്ള, ഓപ്പോസിറ്റ് ആയിട്ടുള്ള, പാരലൽ ആൻഡ് ആൻറ്റി പാരലൽ ആയിട്ടുള്ള ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്യും. മാത്രമല്ല ഈ പാരലലും ആൻറ്റി പാരലലും ആയിട്ടുള്ള ഓറിയൻറ്റേഷൻസ് തുല്യമായിരിക്കും. തുല്യമായതുകൊണ്ട് പരസ്പരം ഇവയുടെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം ഇങ്ങനെയുള്ള സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ആൻറ്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മാംഗനീസ് ഓക്സൈഡ് MnO. അപ്പോൾ ഇവിടെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാവില്ല. ഇനി 5ാമത്തേത് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഇവയിലും ഡൊമെയിൻസ് ആയിട്ടാണ് മെറ്റൽ അയോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയും പാരലൽ ആൻഡ് ആൻറ്റി പാരലൽ ഓറിയൻറ്റേഷൻസ് ഉണ്ടാവും ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ. പക്ഷേ ഇവിടെ ആൻറ്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസിലേതുപോലെ പാരലൽ ആൻഡ് ആൻറ്റി പാരലൽ ഓറിയൻറ്റേഷൻസ് ഈക്വൽ ആയിരിക്കില്ല, തുല്യമായിരിക്കില്ല.
ഇവിടെ അൺഈക്വൽ നമ്പർ ആയിരിക്കും, പാരലലും ആൻറ്റി പാരലലും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാകും, ചെറിയ തോതിലുള്ള അട്രാക്ഷൻ ഉണ്ടാവും. എക്സാമ്പിൾസ്: Fe3O4 മാഗ്നറ്റൈറ്റാണ്. MgFe2O4 മെഗ്നീഷ്യം ഫെറൈറ്റ് എന്ന് പറയും. ZnFe2O4 സിങ്ക് ഫെറൈറ്റ് എന്നും പറയും. അപ്പം ഇങ്ങനെയുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള സബ്സ്റ്റൻസസിനെ വിളിക്കുന്ന പേരാണ് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഈ ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആയിട്ട് മാറും. 5 തരം മാഗ്നറ്റിക് സബ്സ്റ്റൻസസിനെയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, ആൻറ്റി ഫെറോമാഗ്നറ്റിക് ആൻഡ് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. സോളിഡ് സ്റ്റേറ്റ് എന്ന യൂണിറ്റിലെ അവസാനത്തെ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. കാണാൻ മറക്കണ്ട. ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.